1945 ഹിരോഷിമയിൽ അമേരിക്ക വർഷിച്ച ആറ്റം ബോംബിൽ രക്തസാക്ഷിയായ പെൺകുട്ടിയാണ് സഡാക്കോ സസാക്കി. ആറ്റം ബോംബിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് വളരെ അകലെ ആയതിനാൽ അന്ന് അവൾക്ക് ജീവൻ നഷ്ടമായില്ല. പക്ഷേ അവളുടെ 11-ാം വയസ്സിൽ അവൾക്ക് മാരകമായ രക്താർബുദം ബാധിച്ചു. 1 വർഷത്തെ ജീവിതമാണ് ഡോക്ടർമാർ അവൾക്ക് നിശ്ചയിച്ചത്. ജപ്പാനിലെ വിശ്വാസപ്രകാരം 1000 കൊക്കുകളെ നിർമ്മിച്ചാൽ, അവയെ നിർമ്മിച്ച് പ്രാർത്ഥിച്ചാൽ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ ആശുപത്രി കിടക്കയിൽ വെച്ച് അവൾ കടലാസ് കൊറ്റികളെ നിർമ്മിക്കാൻ തുടങ്ങി. 644 കൊക്കുകളെ നിർമ്മിക്കുമ്പോഴേക്കും അവൾക്ക് ജീവൻ നഷ്ടമായി. പിന്നീട് അവളുടെ സുഹൃത്തുക്കൾ ചേർന്ന് 1000 കൊക്കുകളെ ഉണ്ടാക്കി അവളോടൊപ്പം അടക്കം ചെയ്തു. പിന്നീട് ഈ കൊക്കുകൾ സഡാക്കോ കൊക്കുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നീട് സഡാക്കോയും അവളുടെ കടലാസ് കൊക്കുകളും ലോക സമാധാനത്തിൻ്റെ പ്രതീകമായി മാറി. ജപ്പാനിലെ ശാന്തി സ്മാരകത്തിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നു: ലോക സമാധാനം, അതാണ് നമ്മുടെ നിലവിളി, അതാണ് നമ്മുടെ പ്രാർത്ഥന, അതാണ് നമ്മുടെയും പ്രാർത്ഥന. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. ലോക സമാധാനം നിലനിൽക്കട്ടെ. അന്ന് നിർമ്മിച്ച കൊക്കിനെ, സഡാക്കോ കൊക്കിനെ, ഈ ഹിരോഷിമ ദിനത്തിൽ നമുക്കും നിർമ്മിക്കാം. നമുക്ക് സഡാക്കോ കൊക്കിനെ നിർമ്മിക്കാം. എല്ലാവരും റെഡിയല്ലേ? അതിനായി വേണ്ടതൊരു A4 പേപ്പറാണ് കേട്ടോ. ഓക്കെ, റെഡിയല്ലേ? അതെ. അപ്പോൾ A4 പേപ്പർ എന്ത് ചെയ്യണം? സമചതുരാകൃതിയിൽ മുറിച്ചെടുക്കണം. അതിനായി ഒരു കോണിൽ നിന്ന് ഇങ്ങനെ മടക്കുക. കണ്ടില്ലേ? ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇവിടെ ബാക്കി വന്ന ഈ ഭാഗം മുറിച്ച് മാറ്റണം. നന്നായി അതിൻ്റെ വക്ക് അമർത്തിയതിന് ശേഷം നമുക്കിങ്ങനെ മുറിക്കാം. ഇനി അതല്ലെങ്കിൽ ബ്ലേഡോ അല്ലെങ്കിൽ കത്രികയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ശ്രദ്ധിക്കണേ. അപ്പോൾ സമചതുരാകൃതിയിലുള്ള ഒരു പേപ്പർ നമുക്ക് കിട്ടി. ഇനി ഈ പേപ്പറിനെ നേരത്തെ മടക്കിൽ വെച്ച് തന്നെ ഇങ്ങനെ മടക്കുന്നു. പിന്നീട് ഈ കോണിൽ നിന്ന് ഈ കോണിലേക്ക് ഈ ആകൃതിയിൽ മടക്കിയെടുക്കും. കണ്ടില്ലേ? അതിനുശേഷം ഈ അറ്റത്തുനിന്ന് ഈ കോണാകൃതിയിലുള്ള ഈ ഷേപ്പിനെ ഇങ്ങനെ ചതുരാകൃതിയിലേക്ക് മാറ്റുക. കണ്ട? ഇനി തൊട്ട് പിറകിലുള്ള സൈഡും അതേപോലെ തന്നെ. ഓക്കെ, ഇപ്പം നമുക്ക് വീണ്ടും ഒരു സമചതുരാകൃതിയിലുള്ള ഒരു രൂപം കിട്ടി. ഇതിൻ്റെ ഒരറ്റം അടഞ്ഞതും മറ്റേ അറ്റം തുറന്നതുമായിരിക്കും. ഈ തുറന്ന ഭാഗത്ത് നിന്ന് വീണ്ടും ഈ നടുവിലുള്ള ഫോൾഡറിൽ കൂടി ആ ഫോൾഡറിലേക്ക് വരുന്ന രീതിയിൽ ഈ ഭാഗം ഇങ്ങനെ മടക്കുക. കാണുന്നുണ്ടല്ലോ? പിന്നെ അടുത്ത ഭാഗം പഠിച്ചോ? ഇങ്ങനെ. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡും അതേപോലെ തന്നെ ചെയ്യും. കണ്ടില്ലേ?
ഇപ്പം നമുക്ക് ഈ ആകൃതിയിലുള്ള ഒരു രൂപം കിട്ടി. ഇവിടെ വരുന്ന ഈ ത്രികോണത്തെ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്കും അത് തന്നെ വീണ്ടും മറ്റേ ഭാഗത്തേക്കും ഇങ്ങനെ മടക്കി അവിടെ പ്രസ് ചെയ്ത് നല്ലവണ്ണം അടയാളം വരണം. അപ്പോൾ നമുക്ക് ഇത് തുറന്നാൽ ഇവിടെ ഒരു ത്രികോണാകൃതിയിലുള്ള അടയാളം നിങ്ങൾക്ക് കാണാം. അതേപോലെ തൊട്ടിപ്പുറം ഉണ്ടാവും. അപ്പോൾ ഈ ത്രികോണാകൃതിയിലുള്ള ഈ ഭാഗത്ത് മെല്ലനെ കടലാസ് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം ഈ വരയിലൂടെ ഇങ്ങനെ. എന്നിട്ട് ഇതാ ഇങ്ങനെ മടക്കിയെടുക്കണം. ഇനി എന്ത് വേണം? അടുത്ത സൈഡും അങ്ങതുപോലെ തന്നെ ഓപ്പൺ ചെയ്തു, തുറന്നു. നമ്മളെന്ത് ചെയ്യുന്നു? ഇങ്ങനെ എടുക്കട്ടെ. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു രൂപം കിട്ടി. ഇനി ഇതിനെ ഒന്ന് നമ്മൾ ഇങ്ങനെ തിരിച്ച് മാറ്റിപ്പിടിക്കണം. കണ്ട? പിടിച്ചതിന് ശേഷം ഇത് മുകളിലോട്ടേക്ക് ഇങ്ങനെ മടക്കുന്നു, ഇപ്പുറത്തെ സൈഡ് മുകളിലേക്ക് മടക്കുന്നു. കണ്ടില്ലേ? ഇനി ഇതാണ് നമ്മുടെ സഡാക്കോയുടെ കൊക്ക്. ഇത് നമുക്ക് കൊക്ക് പോലെ ഇങ്ങനെ മടക്കി വെക്കാം. ഓക്കെ. പിന്നെ നമ്മളിങ്ങനെ നിവർത്തി ഇതിലേക്ക് കുറച്ച് നമ്മളെ ഓക്കെ, കൊക്ക് റെഡി. സഡാക്കോ കൊക്ക് റെഡി. എല്ലാവരും ഉണ്ടാക്കണേ.